ഒരു വട്ടം കൂടി എന്നോർമ്മകൾ നേരുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം. മരമൊന്നുലത്തുവാൻ മോഹം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് സൺഡേ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ നാളുകളായിട്ട് ചിന്തിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് എനിക്ക് എടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് കുറേ നാളായിട്ട് ചിന്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ എൻ്റെ ഗ്രാമം, എൻ്റെ കുട്ടിക്കാലം എന്നുള്ളൊരു ചെറിയൊരു ടോപ്പിക്ക്. ഇതിനകത്ത് കുറച്ച് വലിയ ലെന്തി ആയിട്ടുള്ള വീഡിയോസൊന്നുമല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം തോന്നി. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഒരു 86, 90 ആ ഒരു നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന 90-ലൊക്കെ നമ്മൾ സ്കൂളിൽ ചേർന്ന സമയം. അപ്പം അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ തോന്നി. പക്ഷേ ഞാൻ ശരിക്കും എൻ്റെ നാട് എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചു വളർന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശമായ കാഞ്ഞങ്ങാടിനപ്പുറം രാജപുരം കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർ കള്ളാറിലാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മൾ കാസർഗോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിൻ്റെ 14ാമത്തെ ജില്ല. അപ്പോൾ ഈ രാജപുരം, അതായത് കാഞ്ഞങ്ങാടിൻ്റെ കിഴക്കൻ പ്രദേശം മലയോര പ്രദേശമാണ് കേട്ടോ. അപ്പോൾ അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും അന്നും ഇന്നും നല്ല സ്നേഹത്തിൽ അല്ലെങ്കിൽ നല്ല സഹകരണത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ് കേട്ടോ, ഉള്ളത് പറയണമല്ലോ. അപ്പോൾ ആ ഒരു പ്രദേശത്താണ്, കള്ളാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. ഞാൻ എൻ്റെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് മാലക്കൽ സ്കൂളിലാണ് കേട്ടോ, രാജപുരം. നിങ്ങൾക്ക് ആ പ്രദേശത്തുള്ളവർക്ക് അറിയാമായിരിക്കും. സെൻറ്റ് മേരീസ് AP സ്കൂൾ മാലക്കലിലാണ് പഠിച്ചത്. അപ്പോൾ അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഇപ്പോൾ ഒത്തിരി മിസ്സാകുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. നമ്മുടെ ആ ചെറുപ്പകാലം, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ, ഇപ്പം നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ ആ ഒരു കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ഒരു ഓർമ്മ വരുന്നത്. അന്ന് ആ ഒരു കാലഘട്ടം ഇനിയും തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ഓർമ്മ അല്ലേ. എല്ലാവരും പണ്ടൊരു കവി പാടിയ പോലെ, ഒരു വട്ടം കൂടിയും നമുക്ക് ആ ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് പോയിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം നമുക്കെപ്പോഴും അല്ലേ വരാറുണ്ട്. ഏത് പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് പ്രായം മുന്നോട്ട് പോകുന്തോറും നമ്മുടെ മനസ്സ് പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഏജ്ഡായിട്ടുള്ള ആൾക്കാർ, ഒത്തിരി ഉള്ളവരുടെ മനസ്സും കുഞ്ഞു പിള്ളേരുടെ മനസ്സും ഒരുപോലെയാണ്. അപ്പം എനിക്കത്ര പ്രായമായെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് പ്രായം മുന്നോട്ട് പോകുന്തോറും നമുക്ക് നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലെ ആ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു വരും. ശരിക്കും അന്നൊക്കെ എന്നാ പറയണ്ടേ, നമ്മൾ സ്കൂളിൽ അന്ന് വലിയ കാറോ ഒന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ അന്ന് മെയിനായിട്ടുള്ള ബസ്സുകളായിരുന്നു. അപ്പം ബസ്സിലെപ്പോഴും പിള്ളേർ തിക്കി തിരച്ചാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എപ്പോഴും ബസ്സിലൊക്കെ ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ചില ദിവസങ്ങളിൽ ബസ്സിൽ പോകും. താമസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിവസങ്ങളൊക്കെ ബസ്സിൽ പോകും. മാക്സിമം നമ്മൾ ഇടവഴി കൂടെ സ്കൂളിൽ പോവുകയായിരുന്നു പതിവ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത് പറക്കയം എന്ന് പേര് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ അതൊക്കെ. അപ്പം അതിൻ്റെ ഇടവഴിയുണ്ട് നമ്മുടെ സ്കൂളിലേക്ക്, ആ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും എന്നാ പറയണ്ടേ, ഒരു കുഞ്ഞ് വണ്ടി പോവുകയല്ലാത്ത ഒരു ഇടവഴിയാണ് കേട്ടോ. സൈക്കിളൊക്കെ പോകത്തുള്ളൂ. അന്നൊന്നും എനിക്ക് തോന്നുന്നു സൈക്കിളേ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു ഇപ്പോഴും. പക്ഷേ ആ വഴികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തെങ്ങും മാവും കവുങ്ങും എല്ലാം, ശരിക്കും നല്ല കുളങ്ങളും തോടുകളും പിന്നെ ചെറിയ ചെറിയ ആറുകളും ഒക്കെ ഒഴുകുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഒരു വഴിയാണത്. ആ ഒരു സ്ഥലം ഞങ്ങളുടെ പ്രദേശത്തെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങും മാവും കവുങ്ങുമാണ് കൂടുതലുള്ളത്. പിന്നെ കപ്ലാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില നാട്ടിലേക്ക് എനിക്കറിയത്തില്ല, കപ്പിൽ മാവോ അങ്ങനെയായിട്ടാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് വലിയ ചാക്കുസഞ്ചി പോലത്തെ ബാഗ് നിറച്ചും പുസ്തകമാണല്ലോ. നമുക്കറിയാമല്ലോ അന്നും ഇന്നും നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ
ബാഗിനകത്ത് മുഴുവൻ പുസ്തകമാണല്ലോ, ഹെവിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് ഓടി ഞാൻ ഓർക്കുന്നു ഇന്ന് മഴയൊക്കെ അന്ന് മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഒരു കുടയും ചൂടി ഓടുവാണ്. ചെരുപ്പിൻ്റെ ചെളി മുഴുവൻ ഉടുപ്പേ തെറിച്ച് യൂണിഫോം പാവാട മുഴുവൻ ചെളിയാണ് പുറകിൽ. എന്നിട്ട് വലിയ എന്നാ പറയുക പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ കമ്പിയെ പിടിച്ച് 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 അപ്പുറം കടന്ന് ഒക്കെ പോകുന്ന ആ ഒരു കാലഘട്ടമൊക്കെ ശരിക്കും ഇന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു മിസ് ചെയ്യുവാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ഓർമ്മകൾ. അത് ഏത് ജില്ലയിലാണേലും എവിടെയാണേലും ജനിക്കുമ്പോൾ നമ്മൾ ജനിച്ച നാട് എല്ലാവർക്കും അത് സ്വർഗ്ഗമാണ്. അത് ഏത് നാട്ടിലാണേലും അല്ലേ. അതുപോലെ ഞാൻ ഇന്നും ഓർക്കുന്നു. പിന്നെ വലിയൊരു മഴയത്ത് ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിൽ ഒരു ജലപ്രളയം വരികയില്ലേ, വെള്ളപ്പൊക്കം പോലെ വന്ന സമയത്തൊക്കെ അതായത് പാലം ചെറിയ ചെറിയ തോടുകളൊക്കെ വെള്ളം കുത്തി ഒഴുകുന്ന സമയം വരുന്നു. അന്നൊക്കെ ഞാൻ സ്കൂളിൽ പോയി കേട്ടോ. അന്ന് സ്കൂളിൽ പോയതുകൊണ്ടായിരിക്കും ഇപ്പം ദൈവം അനുഗ്രഹിച്ച് ഇപ്പം ഈ നിലയിലെങ്കിലും എത്താൻ പറ്റിയത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അന്നൊക്കെ സ്കൂളിൽ പോയപ്പം അവിടെയൊക്കെ ഉള്ള കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് നമ്മളെ, കുഞ്ഞു പിള്ളേരല്ലേ നമ്മളെല്ലാം, നമ്മളെല്ലാം എടുത്ത് ഒരു സൈഡ് ഇപ്പുറത്തെ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് നമ്മളെ എടുത്ത് എത്തിച്ച് പിന്നെ അവിടെ നമ്മൾ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടം. പിന്നെ സ്കൂളിലെത്തി കഴിഞ്ഞാൽ എന്താണ് പരിപാടി? സ്കൂളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വർത്തമാനം പറച്ചിൽ. പിന്നെ ചൂട് കാലഘട്ടമാകുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഒരു പ്രത്യേക ഹോബിയായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബുക്കെടുത്ത് വീശുക. ബുക്കെടുത്ത് വീശി എനിക്കാണെങ്കിൽ പണ്ട് അന്നും ഇന്നും കുറച്ച് ചൂട് കൂടുതലുള്ള ഒരു ടീമാണ്. അപ്പം ഞാൻ ബുക്കെടുത്ത് വീശി ഉണ്ടല്ലോ, അവസാനം എൻ്റെ ബുക്കിനകത്ത് താളുമില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ബുക്ക് നാലറ്റവും കീറി പഞ്ചറായിരിക്കും. ഞാൻ ബുക്ക് വീശി അതുപോലെ ബുക്കിനകത്തൊന്നും ഇല്ല, കാണാനൊന്നുമില്ല, എഴുത്തും കുത്തും ഒന്നും കാണാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അന്നൊന്നും. ഇന്നല്ല കേട്ടോ, അന്ന്. അപ്പം അത് കഴിഞ്ഞ് അതിന് മുന്നേ ഞാൻ ഈശ്വര പ്രാർത്ഥനയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാരമ്പര്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ കുറച്ച് പാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് എന്നെയും പാട്ട് ഈ പറഞ്ഞ ഈശ്വര പ്രാർത്ഥനയൊക്കെ കൂട്ടി. അങ്ങനെ ഈശ്വര പ്രാർത്ഥനയിലും പിന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പ് സോങ്ങിലും എല്ലാം എന്നെ കൂട്ടി കേട്ടോ. അങ്ങനെ അവിടെ പഠിപ്പിച്ച സാറുമാരൊക്കെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്നെ പഠിപ്പിച്ച 1-2 ടീച്ചർമാരൊക്കെ മരിച്ചുപോയി കേട്ടോ. അത് ശരിക്കും ഒരു സങ്കടമുള്ള കാര്യമാണ്. പാവം, എല്ലാവരും നല്ലവരായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഈശ്വര പ്രാർത്ഥനയിലെല്ലാം കൂടി. പിന്നെ എന്നാ പറയണ്ടേ, ഇതൊക്കെ പ്രാർത്ഥനയും പിന്നെ ഓട്ടം, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പിന്നെ ഡ്രില്ലിന് വരുമ്പോൾ, ഡ്രില്ലാണ് നമ്മുടെ ഏറ്റവും കാത്തിരിക്കുന്നത്. നമുക്ക് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമുക്ക് ഡ്രിൽ പീരീഡ് വരുമ്പോഴാണ് നമ്മൾ പുറത്ത് ചാടാൻ കാത്തിരിക്കുന്ന ഒരു സമയം. ഈ എന്നാ പറയണ്ടേ, പട്ടിക്കുട്ടിയിൽ നിന്നൊരു പട്ടി പുറത്തോട്ട് ചാടാൻ വാതിൽ തുറക്കുമ്പോൾ ഒറ്റ ചാട്ടമല്ലേ, അതുപോലെ ഡ്രില്ലിൻ്റെ പീരീഡ് വരുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാം കൂടെ പുറത്ത് ചാടി ഓടുന്നൊരു സമയം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ സ്പോർട്സിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സ്പോർട്സിനെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വലിയ ഓട്ടം 100 മീറ്റർ ഓട്ടത്തിനൊന്നും അല്ല കേട്ടോ, 100-200 മീറ്റർ ഓട്ടത്തിനൊന്നുമല്ല. ഞാൻ ഉണ്ടായിരുന്നത് കുറച്ച് എന്നാ പറയണ്ടേ, കുറച്ച് ഹെൽത്തി ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന സ്പോർട്സ് ഉണ്ടല്ലോ. ഇത് കബഡി മത്സരം, പിന്നെ എന്തുവാ അതിൻ്റെ പേര് ഞാൻ മറന്നു, വലിയൊരു ദോശ പോലത്തെ ഒരു ഓവൽ ഷേപ്പിലുള്ള സംഭവം എടുത്ത് ഇങ്ങനെ കറക്കി കറക്കി എറിയുന്നൊരു സംഭവം. അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഭയങ്കര ഹെവിയുള്ളൊരു സംഭവം. പിന്നെ ഒരു ഉരുണ്ടിട്ടൊരു സാധനം, ഭയങ്കര ഹെവിയുള്ള ഒരു ഉരുണ്ട ബോൾ എടുത്ത് നമ്മൾ അങ്ങ് ദൂരെ ഇങ്ങനെ വലിച്ചെറിയുന്നൊരു സംഭവം. ഇതിനൊക്കെ ഞാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിനകത്ത് അടിച്ചുപിരിയലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ദിവസം മിണ്ടും, ഒരു ദിവസം വഴക്ക്, പിറ്റേ ദിവസം കുശുമ്പും കൂടി മാറി നടക്കും. പിന്നെ അങ്ങനെയൊക്കെ പരിപാടിയുണ്ട്. അത് വേറെ സൈഡിൽ കൂടെ നടക്കും. അപ്പം പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ്
4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നത് ഒരു 5, 5:15. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴിയെ കാണുന്ന കമ്മ്യൂണിസ്റ്റ് കാർഡിനോടും പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്നാ ചില നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. എൻ്റെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് കാർഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇനി അതൊക്കെ പറിച്ച് അതൊക്കെ വായി വെച്ച് ചവച്ചരച്ച് തുപ്പി പിന്നെ അതൊക്കെ എന്നാ പറയണ്ടേ അത് പിന്നെ വേറൊരു സംഭവമുണ്ടല്ലോ, കുറേ പുല്ലിൻ്റെ അറ്റത്ത് ഇങ്ങനെ പൂ പോലെയൊക്കെയുള്ള അതെല്ലാം പറിച്ചെടുത്ത് കളിച്ച് അങ്ങനെ അതിനോടെല്ലാം കണ്ട റോഡിൽ കാണുന്നതിനോടെല്ലാം വർത്തമാനവും പറഞ്ഞ് വലിച്ച് പറിച്ച് ഇതെല്ലാം ഈ വക പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് വീട്ടിലെത്തുന്നത്. അതിനിടയ്ക്ക് കുറച്ച് പരിപാടിയുണ്ട്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ കുഞ്ഞു കുഞ്ഞ് തോടെന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞു കുഞ്ഞ് ചെറിയ എന്നാ തോടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വേറെ ചെറിയ അരുവിയോ എന്നാ പറയുന്നത് അതിനകത്തൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമല്ലോ. അപ്പം അവിടെ കുത്തിയിരിപ്പാണ്. എന്തിനാ? അവിടെ മീൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് മീനിനെ പിടിച്ച് ഈ ചോറ്റുപാത്രത്തിനകത്ത് ഇടുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു ചടങ്ങുണ്ട് കേട്ടോ. അതിനകത്തൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പിടിക്കുന്ന മീനെ എൻ്റെ വിചാരം ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു മീനെയാണ്. നാളെ വലിയ എന്നാ പറയുക സ്രാവാകുന്ന മീനാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. അതൊക്കെ എന്തോ കൂത്താടിയോ ഒക്കെ ആണെന്ന് തോന്നുന്നു. വാലുമാക്രിയോ ഒക്കെ ആണെന്ന് തോന്നുന്നു. എന്തുവാണോ അതൊക്കെ പിടിച്ച് ചോറ്റുപാത്രത്തിലിട്ട് പിന്നെ വലിയ സ്വർണം കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരും. വീട്ടിലെത്തുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇതെന്താണ് എന്ന് അറിയുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു വിശപ്പിൻ്റെ നിലവിളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പിന്നെ മമ്മി എനിക്ക് വേണ്ടി നേരത്തെ എന്തേലും അപ്പം ചേച്ചിമാരും എല്ലാം സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും. അപ്പം ഞാൻ വന്ന് എനിക്ക് ചോറൊന്നും ഞാൻ തിന്നുകയില്ല വൈകുന്നേരം. എന്ത് സ്വഭാവമായിരുന്നോ ദൈവമേ. അന്ന് ചോറൊന്നും ഞാൻ വൈകുന്നേരം ഉണ്ണുകയില്ല. ഞാൻ എനിക്ക് വേണ്ടി മമ്മി എന്തെങ്കിലും അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ആ അപ്പം എടുത്തുകൊണ്ട് ഞാൻ അടുക്കളയുടെ മൂട്ടിൽ നിലത്ത് പോയിരിക്കും. മേശയിലെ ചെയറിലൊന്നും ഇരിക്കുകയില്ല. അപ്പോൾ അവിടെ ഒന്നും ഇരിക്കുകയില്ല. ഞാൻ ഈ പറഞ്ഞ അടുക്കള മൂട്ടിൽ പോയിരിക്കും കേട്ടോ. അവിടെ ഇരുന്നിട്ട് കാലിങ്ങനെ നമ്മുടെ വാതിക്കലേക്ക് ഇങ്ങനെ നീട്ടി വെക്കുമ്പോൾ അതൊക്കെ വലിയൊരു സ്വർഗം കിട്ടിയ ഒരു സുഖമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നാ പറയണ്ടേ പിന്നെ എൻ്റെ പഠിത്തം എന്ന് പറയുന്നത് രാത്രിയിലാണേ. രാത്രിയിൽ കുറച്ച് നേരം എന്തോക്കെ പഠിച്ച് കഴിഞ്ഞ് പിന്നെ അന്ന് ടി വി ഇല്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ടി വി ഒക്കെ മേടിച്ചത്. കാരണം ഡാഡി ഞങ്ങൾ പഠിക്കുകയില്ല എന്ന് വിചാരിച്ച് അത് സത്യമാണ് കേട്ടോ. അന്ന് ടി വി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പഠിക്കുകയില്ലായിരുന്നു തോന്നുന്നു. അപ്പം ടി വി ഇല്ലാത്തതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച് പഠിച്ചാണേലും ഇവിടം വരെ എത്തി. പക്ഷേ എല്ലാവരുടെയും കാര്യം ഇതുപോലെ ആയിരിക്കില്ല. ചിലപ്പം ചില വീടുകളിലെ പിള്ളേർ ടി വി ഉണ്ടെങ്കിലും പഠിക്കുമായിരിക്കും. പക്ഷേ ഞങ്ങൾ പഠിക്കുകയായിരുന്നു. ഡാഡിക്ക് പേടിയായതുകൊണ്ട് ഡാഡി ടി വി മേടിച്ചില്ല. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ടി വി മേടിച്ചത്. അങ്ങനെ ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞു. പിന്നെ 7ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ 7ാം ക്ലാസ് വരെയാണ് മാലക്കൽ സ്കൂളിൽ പഠിച്ചത് കേട്ടോ. അതിന് ശേഷം പിന്നെ രാജപുരം സ്കൂളിലേക്ക് മാറി. ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറി. അവിടെയാണ് 7ഉം 8ഉം 9ഉം 10ഉം പിന്നെ 11ഉം 12ഉം എല്ലാം രാജ സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ. അപ്പം രാജ സ്കൂളിൽ 8ഉം 9ഉം 10ഉം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നമുക്കറിയാമല്ലോ ഒരു ടൈറ്റ് കാലഘട്ടമാണ്. പഠിത്തം 24 മണിക്കൂറും പഠിത്തം. ഞാൻ ഇന്നും ഓർക്കുന്നു എൻ്റെ ഫിസിക്സിൻ്റെ പുസ്തകം. ഞാൻ രാത്രി 12 മണിക്ക് അടുക്കളയിൽ കൂടെ ഭയങ്കര പഠിത്തമാണ്. ഫിസിക്സിൻ്റെ പുസ്തകം പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ നടന്നു പഠിക്കുന്ന ഫിസിക്സിൻ്റെ പുസ്തകം നിലത്ത് കിടക്കുന്നു. കുറേ സമയം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഫിസിക്സിൻ്റെ പുസ്തകവും ഇല്ല, കയ്യിലൊന്നുമില്ല. ഫിസിക്സിൻ്റെ പുസ്തകം നിലത്താണ് കിടക്കുന്നത്. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. +1 +2 സയൻസ് എടുത്ത് പഠിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി ജയിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ആ ഗ്രാമപ്രദേശം. ആ ഗ്രാമപ്രദേശം 12ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ നേഴ്സിങ്ങിന് പോയി. മംഗലാപുരത്ത് നേഴ്സിങ്ങിന് പോയി. അപ്പം അതൊക്കെ പിന്നെ കുറച്ചുകൂടെ നമ്മൾ എന്നാ പറയണ്ടേ 17-18 വയസ്സിലെ കാലഘട്ടമാണ്. പക്ഷേ അതിന് മുന്നേ ഉള്ള കാലഘട്ടമാണ് നമുക്ക് എപ്പോഴും എന്നാ പറഞ്ഞാൽ മറക്കാൻ പറ്റില്ലാത്തൊരു കാലഘട്ടം. ഡാഡി രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ വിടും. അപ്പം പള്ളിയിൽ പോയിട്ടാണ് നമ്മൾ തിരിച്ച് വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോഴത്തേക്കും
എല്ലാവർക്കും അവനവർ ജനിച്ച് വളർന്ന നാട് എല്ലാവർക്കും സ്വർഗ്ഗമാണ്. അതുപോലെ എനിക്കും എൻ്റെ നാട് വലിയൊരു സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ 5 മണിക്ക് അല്ലെ 5:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പള്ളിയിൽ നിന്നുള്ള പ്രഭാത പാട്ട് പ്രഭാതത്തിലുണ്ടാകുന്ന പള്ളിയിൽ നിന്നൊരു സോങ് വെക്കുമല്ലോ, പള്ളി മണിയും പിന്നെ പാട്ടും ഒക്കെ, അതൊക്കെ കേൾക്കും. അതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ ടൗണിൽ തന്നെയാണ് ഈ പള്ളിയും ഈ അമ്പലവും ഈ മോസ്കും എല്ലാം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള പള്ളിയിൽ നിന്നുള്ള പാട്ടും അമ്പലത്തിൽ നിന്നുള്ള പ്രഭാതത്തിലെ പാട്ടും പിന്നെ മോസ്കിൽ നിന്നുള്ള പാട്ടും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ശരിക്കും മനസ്സ് കുളിർമ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം അതെല്ലാം കേട്ടിട്ടാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത്, അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റുകൊണ്ടിരുന്നത് രാവിലെ. അന്ന് ഇന്നും ദൈവം അനുഗ്രഹിച്ച് ഞങ്ങളെ നാട് എന്ന് പറയുമ്പോഴത്തേക്കും മതസൗഹാർദ്ദമാണ്. ഒരു കുഴപ്പമില്ലാത്ത, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നാടാണ്. അന്നൊന്നും ഗ്രാമപ്രദേശമാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് ഞാൻ ജനിച്ചു വളർന്ന കാലഘട്ടം. അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോയി കേട്ടോ. പള്ളിയിൽ പോകുന്നു, പിന്നെ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ അത് വേറെ സൈഡിൽ കൂടെ. പള്ളിപ്പെരുന്നാളും കാര്യങ്ങളും പിന്നെ മാലക്കൽ പള്ളിയിൽ പെരുന്നാൾ, അതൊക്കെ വേറെ സൈഡിൽ കൂടെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടെ വലിയൊരു ലെന്തി ആയിട്ടുള്ള വീഡിയോ ആവും. അതുകൊണ്ടാണ് അതൊക്കെ കുറച്ച് വിട്ട് കളഞ്ഞത്. പക്ഷേ അത് ചെറിയ രീതി പറഞ്ഞു കഴിഞ്ഞാൽ അതും വേറൊരു പ്രത്യേക കുളിർമയുള്ള ഒരു കാര്യമാണ് കേട്ടോ. പള്ളിപ്പെരുന്നാളെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, പണ്ട് ഈ കുഞ്ഞ് കോലിൻ്റെ അറ്റത്ത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ പാൽ ഐസ്ക്രീം, സേമിയ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞു അന്നൊക്കെ എന്താണോ കിട്ടിക്കൊണ്ടിരുന്നത് അതൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ ബലൂണ് കാര്യങ്ങൾ, പിന്നെ കുപ്പിവളകൾ, പള്ളിപ്പെരുന്നാളും എല്ലാത്തിനും നമ്മൾ പോകുമായിരുന്നു. പിന്നെ മാലക്കൽ പള്ളിയിൽ പെരുന്നാളിനും എല്ലാം പോകുമായിരുന്നു കേട്ടോ. പിന്നെ പ്രദക്ഷിണം കാര്യങ്ങൾ, അതൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു അന്ന്. ഇപ്പോഴൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒക്കെ പോകുന്നു. അതുകൊണ്ട് കുറേ നാളുകളായിട്ട് നമ്മൾ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഗ്രാമപ്രദേശം, നമ്മുടെ ചെറുപ്പകാലങ്ങളെല്ലാം എല്ലാവരും എന്നാ പറഞ്ഞത്, അന്യനാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലഘട്ടം. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളും ചെറുപ്പകാലങ്ങളും എല്ലാം ഒരു ഓർമ്മയാണ്. അതുപോലെ എൻ്റെയും ചെറുപ്പകാലം എനിക്ക് ഏറ്റവും നല്ലൊരു സന്തോഷം പകർന്നുകൊണ്ടിരുന്ന ഒരു ചെറുപ്പകാലം തന്നെയാണ്. ഡാഡി സ്കൂളിൽ അധ്യാപകനായിരുന്നു. അപ്പം ഡാഡി സ്കൂളിൽ പോകും, മമ്മി വീട്ടിലെ പണികളും കാര്യങ്ങളും എല്ലാം മമ്മിയായിരുന്നു വീട് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഡാഡിയും ഞങ്ങളും എല്ലാം സ്കൂളിൽ പോകും രാവിലെ. അപ്പം നമുക്കിപ്പം മനസ്സിലാവും നമ്മൾ എന്തുമാത്രം തിരക്കാണെന്ന് വീട്ടിൽ. അതുപോലെ നമ്മളെക്കാട്ടും 100 മടങ്ങ് തിരക്കായിരുന്നു നമ്മുടെ അമ്മമാർക്ക്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ലല്ലോ. അപ്പോൾ അവരന്നും സന്തോഷത്തോടെ ജീവിച്ചു അല്ലേ. എല്ലാവരുടെയും പേരൻസ് അന്നത്തെ കാലത്ത് ഇന്നത്തേതിൻ്റെ പകുതിയുടെ പകുതി ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും അന്നവർ ഭയങ്കര ഹാപ്പി ആയിട്ടും നമുക്കൊരു കുറവുകളും ഇല്ലാതെ സന്തോഷപൂർവ്വം നമ്മളെല്ലാം വളർത്തി പഠിപ്പിച്ചു. അപ്പോൾ അതിനെല്ലാം നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ് ഓരോ നിമിഷവും. അങ്ങനെ ഇതാണ് എൻ്റെ ചെറുപ്പകാലഘട്ടം. ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ വീഡിയോ കുറച്ച് കൂടിയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.